നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ കടുത്ത പ്രതിഷേധം. ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആരെയും ഞാൻ അപമാനിച്ചിട്ടില്ല. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ, അതാ കഴിവ്. പക്ഷെ ഇതെങ്ങനെ വന്നു? ആസിഫ് അലി എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നിട്ട് നടന്നത് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് ഞാൻ അവാർഡ് സ്വീകരിക്കുന്നു. വിശ്വാസം വരണില്ലല്ലേ? സാറിന്റെ ആന്തോളജി ഒരു സിനിമയ്ക്ക് ഞാൻ ജയരാജിന് വേണ്ടിയിട്ട് സംഗീതം കൊടുത്തിട്ടുണ്ട്. വയറ്റിപ്പഴപ്പിന് വേണ്ടി പാവപ്പെട്ട കുട്ടികൾ തെരുവിൽ വയറ്റിലടിച്ച് പാട്ട് പാടുന്നവർ നാടാണ് ഇന്ത്യ. അതേ ഇന്ത്യയിൽ എയർ കണ്ടീഷൻ മുറിയിലിരുന്ന് പണ്ട് ആമ്പിള്ളാരുണ്ടാക്കിയ ട്യൂണുകൾ ഷേപ്പ് മാറ്റി കളറടിച്ച് വിൽക്കുന്ന നിന്നെ പോലുള്ള ഫ്രോഡ് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടി നാടാണ് ഇന്ത്യ. ആസിഫ് അലി വരുന്നു, ആസിഫ് അലി ഞാൻ വാങ്ങിച്ചു, ആസിഫ് അലിയുടെ നിന്ന് ഈ മൊമെന്റോ വാങ്ങിച്ചു. പക്ഷെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ജയരാജും കൂടി ഇരിക്കുന്നുണ്ട് മുന്നിൽ. വ്യവസായ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് തിളക്കമാർന്ന വിജയം നേടി കഴിഞ്ഞ കുറെ വർഷങ്ങളായി. അപ്പോ ഒറ്റയ്ക്കല്ല, ജയരാജും കൂടെ ഈ വേദിയിൽ വരണം. ഇല്ല, എനിക്ക് ഓർമ്മയില്ല. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു, ആസിഫ് അലിയുടെ പുറത്ത് ഞാൻ കൈതട്ടുകയും ചെയ്തു. സംഗീത സംവിധായകൻ രമേശ് നാരായൺ ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നും വർഗീയത പരത്തരുതെന്നും രമേശ് നാരായൺ പറഞ്ഞു. തെറ്റെന്റെ ഭാഗത്താ, സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. തോമ വിചാരിച്ചു ഭൂമിയിൽ ഉശിരുള്ള ആൺചെറുക്കൻ ഞാൻ മാത്രമാണെന്ന്. അല്ല.